ഇനി നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് വേണം. ഇപ്പോൾ ഐ സി യുവർ പോയിൻറ്റ് ബട്ട് ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്നോട് ഞാൻ യോജിക്കുന്നില്ല. നീ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഐ സി യുവർ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ആ കാണുന്നുണ്ട്, നിൻ്റെ പോയിൻ്റ് ഞാൻ കാണുന്നുണ്ട് എന്നല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, പക്ഷേ ഞാൻ നിന്നോട് യോജിക്കുന്നില്ല. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു എന്നുള്ള ആ ഒരു ഡയലോഗിൽ നിന്ന് നമുക്ക് 10 ഡയലോഗ് ഉണ്ടാക്കാം. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദം, ഐ ഡോണ്ട് എഗ്രി വിത്ത് ടീച്ചേഴ്സ്, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹിം, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹർ, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ്, ഐ ഡോണ്ട് എഗ്രി വിത്ത് മൈ ഫ്രണ്ട്, ഐ ഡോണ്ട് എഗ്രി വിത്ത് ബൈജു. ഇനി ഞാൻ നിന്നോട് യോജിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയണം. ഐ ഡി എഗ്രി വിത്ത് യു, ഐ ഡി എഗ്രി വിത്ത് ദം, I didn't agree with teachers, I didn't agree with him, I didn't agree with her, I didn't agree with it, I didn't agree with Baiju, I didn't agree with the teacher. ഇനി അതേപോലെ തന്നെ I get the hang of your argument now. നീ എന്താണ് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നീ പറയുന്ന നീ തർക്കിക്കുന്ന തർക്കത്തിൻ്റെ തന്തു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. I get the hang of your argument now. ഇനി അതേപോലെ തന്നെ I can understand Tamil but I can't speak it. എനിക്ക് തമിഴ് മനസ്സിലാവും, പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ബട്ട് ഐ കാൺ സ്പീക്ക് ഇറ്റ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കന്നഡ ബട്ട് ഐ കാൺ സ്പീക്ക് ഇറ്റ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് തമിഴ് ബട്ട് ദേ കാൺ സ്പീക്ക് ഇറ്റ്. ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബൈജു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാനുള്ള ഇംഗ്ലീഷ്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് വേണം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഡ്രൈവിങ്. നീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല അർത്ഥം. നീ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടീച്ചേഴ്സ് ആർ ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ ഈസ് ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ബൈജു ഈസ് ഡ്രൈവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ലീഡർ ഈസ് ഡ്രൈവിങ്. ഇനി അതുതന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഇനി ആ ഐ മാറ്റിയിട്ട് നമ്മൾ ബാക്കി സബ്ജക്ട്സിന് കൊണ്ടുവരണം. ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10-40 ഡയലോഗാക്കി മാറ്റാം. യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, വി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ബോയ്സ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഹി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഷീ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ബൈജു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഫ്രണ്ട് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Teachers don't understand, he doesn't understand, she doesn't understand, it doesn't understand. Teacher doesn't understand, Baiju doesn't understand. മനസ്സിലാവുന്നില്ല, ബൈജുവിന് മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ. I didn't quite follow what you said. I didn't quite follow what you said. Quite follow എന്ന് പറയുന്നതും പിന്തുടരുക എന്നുള്ളതല്ല. എനിക്ക് ശരിക്കങ്ങ് മനസ്സിലായിട്ടില്ല. നീ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. I didn't quite follow. You didn't quite follow, we didn't quite follow, they didn't quite follow, students didn't quite follow, he didn't quite follow, she didn't quite follow, it didn't quite follow, teacher didn't quite follow, Baiju didn't quite follow. ശരിക്കങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് പറയാനാണ് ക്വൈറ്റ് ആഡ് ചെയ്യുന്നത്. സോ മനസ്സിലായിട്ടില്ല, മനസ്സിലാവുന്നില്ല എന്ന് പറയാനുള്ള ഡയലോഗ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഒരാളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ ഇംഗ്ലീഷ് വേണം. വെയിറ്റ് എ ബിറ്റ്, കുറച്ച് നേരം നിൽക്ക്. വെയിറ്റ് എ മൊമെൻറ്റ്, വെയിറ്റ് എ മിനിറ്റ്, വെയിറ്റ് ആൻ അവർ. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേ എന്ന് പറയാൻ. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മൊമെൻറ്റ്? വുഡ് യു മൈൻഡ് കുറച്ചും കൂടി വിനയത്തോടു കൂടി. വുഡ് യു മൈൻഡ് കുറച്ച് നേരം എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ ബിറ്റ്? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മിനിറ്റ്? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ സെക്കൻഡ്? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ ആൻ അവർ? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ ഡേ? സോ വുഡ് യു മൈൻഡ് കഴിയുമോ എന്ന് ചോദിക്കണം. ഹാങ് ഓൺ എ മിനിറ്റ്, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഹാങ് ഓൺ, ഹോൾഡ് ഓൺ, ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡയലോഗ്സാണ്. ഇനി നമുക്ക് ഒരാളെ വാൺ ചെയ്യണം, ഭീഷണിപ്പെടുത്തണം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷിനെ കുറിച്ചും നമുക്കറിയണം. കീപ് ക്വയറ്റ് അബൌട്ട് ഇറ്റ് അണ്ടിൽ ഐ ടോൾഡ് ദം. ഞാൻ അവരോട് പറയുന്നത് വരെ അതിനെക്കുറിച്ച് നീ മിണ്ടരുത്. കീപ് ക്വയറ്റ് അബൌട്ട് ഇറ്റ് അണ്ടിൽ ഐ ടോൾഡ് ദം. ഇനി അത് തന്നെ ആ ദമ്മ് മാറ്റുകയാണ്. കീപ് ക്വയറ്റ് അബൌട്ട് ഇറ്റ് അണ്ടിൽ ഐ ഹവ് ടോൾഡ് യു. കീപ് ക്വയറ്റ് അബൌട്ട് ഇറ്റ് അണ്ടിൽ ഐ ഹവ് ടോൾഡ്
them. Keep quiet about it until I've told teachers. Keep quiet about it until I've told him. Keep quiet about it until I've told her. Keep quiet about it until I've told it. Keep quiet about it until I've told father. Keep quiet about it until I've told Baiju. You will get fat and lazy if you don't exercise enough. You will get fat and lazy if you don't exercise enough. നീ നന്നായിട്ട് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നീ മടിയനും തടിയനും ആവും. You will get fat and lazy if you don't exercise enough. You will become a dull student if you don't study well. You will fail if you don't prepare for your exams. If you don't if you will get sick if you don't stop your smoking. You will lose your reputation if you don't change your behavior. You will lose her if you don't care her very much. അപ്പോൾ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഐ ക്യാൻ സ്മെൽ സംതിങ് ബേണിങ്, എന്തോ കത്തുന്ന മണം വരുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ സംതിങ് റോട്ടൺ, എന്തോ ചീഞ്ഞതിൻ്റെ മണം വരുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ, എന്തോ സ്മെൽ ചെയ്യുന്നുണ്ട്. ബി കെയർഫുൾ വിത്ത് ദാറ്റ് നൈഫ്, ആ കത്തി സൂക്ഷിക്കണം. ബി കെയർഫുൾ വിത്ത് ദാറ്റ് പേഴ്സൺ, ആ ചങ്ങായിനെ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ വിത്ത് ദറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റ് ശ്രദ്ധിക്കണം. ബി കെയർഫുൾ. അപ്പം നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്താനുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി അടുത്തത് ആശംസകൾ നേരെയാണ്. ഹാവ് എ ഗുഡ് വീക്കെൻഡ്, നല്ലൊരു വീക്കെൻഡ് ആവട്ടെ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ട്രിപ്പ്, ഹാവ് എ നൈസ് ഇയർ. ഗുഡ് ലക്ക് ഇൻ യുവർ എക്സാംസ്, എക്സാം പരീക്ഷ നന്നാവട്ടെ. ഗുഡ് ലക്ക് ഇൻ യുവർ ബിസിനസ്, ഗുഡ് ലക്ക് ഇൻ യുവർ മാച്ച്, ഗുഡ് ലക്ക് ഇൻ യുവർ എൻഡവർ, ഗുഡ് ലക്ക് ഇൻ യുവർ പാർട്ടി. ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്, നിനക്കത് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ഹാവ് എ നൈസ് ജേർണി, നല്ലൊരു യാത്രയാവട്ടെ. ഹാവ് എ നൈസ് ട്രിപ്പ്, ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ. നമ്മൾ ഒരാളോട് ആശംസകൾ അറിയിക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഐ ഡു വിഷ് ഐ കുഡ് റിമെമ്പർ ഹർ നെയിം, അവളെ പേര് ഓർക്കാൻ കഴിഞ്ഞെങ്കിൽ. ഐ ഡു വിഷ് ഐ കുഡ് റിമെമ്പർ യുവർ നെയിം. I do wish I could remember their names. I do wish I could remember our names. I do wish I could remember his name. I do wish I could remember its name. I do wish I could remember teacher's name. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. I do wish I could buy a Mercedes Benz. I do wish I could become popular. I do wish I could go to Switzerland. നെക്സ്റ്റ്, ഐ ലൈക്ക് ടു ബിക്കം എ റൈറ്റർ. ഞാനൊരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു ബിക്കം എ ഡാൻസർ. ഐ ലൈക്ക് ടു ബിക്കം എൻ ആക്ടർ. ഐ ലൈക്ക് ടു ബിക്കം എ ഫേമസ് ട്രെയിനർ. ഐ ലൈക്ക് ടു ബിക്കം എ മിനിസ്റ്റർ. ഇനി അതന്നെ യു വുഡ് ലൈക്ക് ടു ബിക്കം, വി വുഡ് ലൈക്ക് ടു ബിക്കം, ദേ വുഡ് ലൈക്ക് ടു ബിക്കം, ടീച്ചേഴ്സ് വുഡ് ലൈക്ക് ടു ബിക്കം, ഹി വുഡ് ലൈക്ക് ടു ബിക്കം, ഷി വുഡ് ലൈക്ക് ടു ബിക്കം, ഇറ്റ് വുഡ് ലൈക്ക് ടു ബിക്കം, ടീച്ചർ വുഡ് ലൈക്ക് ടു ബിക്കം, ഹുസൈൻ വുഡ് ലൈക്ക് ടു ബിക്കം. ഇനി ഐ വിഷ് യു ലിസൺ ടു മീ, നീ എന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ പറയാം. ഐ വിഷ് യു ലിസൺ ടു മീ. ഐ വിഷ് യു ലിസൺ ടു അസ്. ഐ വിഷ് യു ലിസൺ ടു ദം. ഐ വിഷ് യു ലിസൺ ടു പാരൻസ്. ഐ വിഷ് യു ലിസൺ ടു ഹിം. ഐ വിഷ് യു ലിസൺ ടു ഹർ. ഐ വിഷ് യു ലിസൺ ടു ഇറ്റ്. ഐ വിഷ് യു ലിസൺ ടു ഫ്രണ്ട്. ഐ വിഷ് യു ലിസൺ ടു ഹുസൈൻ. ശ്രദ്ധിച്ച് നീ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെപ്പറ്റി, അഭിലാഷങ്ങളെക്കുറിച്ച് പറയാൻ ഈ ഡയലോഗ്സ് മതി. നെക്സ്റ്റ്, എക്സ്പ്രസിങ് വിഷസ് ദാറ്റ് ദർ നോട്ട് ഓർ വിൽ നോട്ട് ബി ഫുൾഫിൽഡ്. പൂർത്തീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നെ പറയുകയാണ്, അഭിലാഷങ്ങളെക്കുറിച്ച്. ഐ വിഷ് ഐ വാസ് റിച്ച്, ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ വാസ് പോപ്പുലർ. ഐ വിഷ് ഐ വാസ് ഹാൻസം. ഐ വിഷ് ഐ വാസ് ടാൾ. ഐ വിഷ് ഐ വാസ് ഫേമസ് ട്രെയിനർ. നെക്സ്റ്റ്, ഐ വിഷ് ഐ വുഡ് നെവർ മെറ്റ് ഹിം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ഹിം, ഞാൻ ആ ചങ്ങാതിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ദം. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് യു. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ടീച്ചേഴ്സ്. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ഹിം. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ഹർ. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ഇറ്റ്. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് ഹുസൈൻ. ഐ വിഷ് ഐ ഹാഡ് നെവർ മെറ്റ് മൈ വുഡ് ബി. ഐ വിഷ് ടുമോറോ വാസ് മൺഡേ, നാളെ തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ. അങ്ങനെയല്ല സാധാരണ പറയാം.
ഐ വിഷ് ടുമോറോ വാസ് സൺഡേ. നാളെ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ. അപ്പോൾ നടക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് പിന്നെ പറയാൻ അല്ലെങ്കിൽ പിന്നീട് പ്രതികരിക്കാനുള്ള ഡയലോഗ്സാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ഒരാൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ കുറച്ചുകൂടി റിപ്പീറ്റേഷൻ വരികയാണ്. ഐ യൂഷ്വലി ഹാവ് മൈ കാർ റിപ്പയർഡ് അറ്റ് ദ ബെസ്റ്റ് കാർ ഗാരേജ്. ഞാൻ ബെസ്റ്റ് കാർ ഗാരേജിൽ നിന്നാണ് എൻ്റെ കാറ് റിപ്പയർ ചെയ്യാറുള്ളത്. ഐ യൂഷ്വലി ഗോ ബൈ ട്രെയിൻ. ഞാൻ ട്രെയിനിനാണ് സാധാരണ പോകാറുള്ളത്. ദ ബാഗ്സ് ആർ മെയ്ഡ് ഓഫ് സം സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലെതർ. ഈ ബാഗുകൾ ഉണ്ടാക്കിയത് ഒരു പ്രത്യേക തരം ലെതർ കൊണ്ടാണ്. ലെറ്റസ് ട്രൈ ഓപ്പണിങ് ഇറ്റ്. നമുക്കിതൊന്ന് തുറക്കാൻ ശ്രമിക്കാം. ഐ ലൈക്ക് ചിക്കൻ മൈസെൽഫ്. എനിക്ക് ചിക്കനാണ് ഇഷ്ടം. നേരത്തെ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷനാണ്. ഇനി നമ്മൾ ഒരാളോട് അയാളുടെ റെക്കമെൻഡേഷനെ പറ്റി ചോദിക്കുകയാണ്. ഒരാളോട് റെക്കമെൻഡ് ചെയ്യാൻ അഭിപ്രായം ചോദിക്കുകയാണ്. ഒരു ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്? ഒരു നല്ല റെസ്റ്റോറൻറ്റ് പറഞ്ഞു തരുമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ഡോക്ടർ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ജിം? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് എഡിറ്റർ? വാട്ട്സ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് നിയർ ഹിയർ? ഇവിടെ അടുത്ത് ഏതാ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉള്ളത്? ഇവിടെ അടുത്ത്. വാട്ട്സ് എ ഗുഡ് ഹോസ്പിറ്റൽ നിയർ ഹിയർ? വാട്ട്സ് എ ഗുഡ് ഷോപ്പിംഗ് മാൾ നിയർ ഹിയർ? ഹൂസ് എ ഗുഡ് ഡെൻറ്റിസ്റ്റ് ഹിയർ? ആരാണ് ഇവിടുത്തെ നല്ല ഡെൻറ്റിസ്റ്റ്? അപ്പോൾ നമ്മൾ ഒരാളോട് അയാൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇനി അതേപോലെ സ്പെക്കുലേറ്റിംഗ് അബൌട്ട് തിങ്സ്. നമ്മൾ ചില കാര്യങ്ങളെ ഊഹിച്ച് പറയാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സംതിങ് ഇമ്പോർട്ടൻറ്റ്. വേറെന്തോ പ്രധാനപ്പെട്ട എന്തോ കാര്യമാണ് എന്നാണ് തോന്നുന്നത്. മസ്റ്റ് ഹാവ് ബീൻ. മസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള നിർബന്ധം എന്നാണ്. മസ്റ്റ് ഹാവ് ആയേക്കാമെന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുമ്പോൾ എന്താണ് അവിടെ ഡിസ്കഷൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയണം ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സംതിങ് ഇമ്പോർട്ടൻറ്റ്. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് തോന്നുന്നത്. വാട്ട് ഡു യു ഡു ഇഫ് ഇറ്റ് റെയിൻ നൗ? മഴ പെയ്താൽ നീ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ മഴ പെയ്താൽ നീ എന്ത് ചെയ്യും? വാട്ട് ഡു യു ഡു ഇഫ് ഇറ്റ് റെയിൻ നൗ? വാട്ട് ഡു യു ഡു ഇഫ് ഷീ കെയിം നൗ? വാട്ട് ഡു യു ഡു ഇഫ് ദ പവർ ലോസ് നൗ? വാട്ട് ഡു യു ഡു ഇഫ് ദേ കോൾ നൗ? വാട്ട് ഡു യു ഡു ഇഫ് ഹീ കംസ് നൗ? അവനിപ്പോൾ വന്നാൽ നീ എന്ത് ചെയ്യും? വാട്ട് ഡു യു ഡു നൗ? നീ എന്ത് ചെയ്യും? വാട്ട് ഇഫ് ദേ കം ബാക്ക്? അവർ തിരിച്ചു വന്നാലോ? വാട്ട് ഇഫ് ദേ കം ബാക്ക്? വാട്ട് ഇഫ് വി കം ബാക്ക്? വാട്ട് ഇഫ് ഷീ കം ബാക്ക്? ദെൻ ഹി മസ്റ്റ് ഹാവ് ബീൻ സീരിയസ്ലി ഇൽ ഓർ സംതിങ്. അവന് സീരിയസ് ആയിട്ട് അസുഖമോ എന്തോ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഹി മസ്റ്റ് ഹാവ് ബീൻ സീരിയസ്ലി ഇൽ ഓർ സംതിങ്. അയാൾ മരിച്ചു. എന്തായിരുന്നു? അയാൾക്ക് സീരിയസ് ആയിട്ട് എന്തോ അസുഖം എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഷീ മസ്റ്റ് ഹാവ് ബീൻ സീരിയസ്ലി ഇൽ ഓർ സംതിങ്. ദേ മസ്റ്റ് ഹാവ് ബീൻ സീരിയസ്ലി ഇൽ ഓർ സംതിങ്. എന്തോ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഊഹിച്ച് പറയാൻ ഈ മസ്റ്റ് ഹാവ് ബീൻ യൂസ് ചെയ്യണം എന്നാണ് നമ്മളിതിൽ പഠിച്ചത്. ഇനി അതേപോലെ മേക്കിംഗ് എ സജഷൻ. നമ്മളൊരു നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. നമുക്കൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. ലെറ്റ്സ് സിങ്. നമുക്ക് പാടാം. ലെറ്റസ് ട്രൈ. നമുക്ക് ശ്രമിക്കാം. ലെറ്റസ് ഗോ. നമുക്ക് പോകാം. ലെറ്റസ് ഓപ്പൺ. നമുക്ക് തുറക്കാം. ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഫോർഗെറ്റ്. നമുക്ക് മറക്കാം. വി കുഡ് സ്റ്റോപ്പ് നൗ ഇഫ് യു ലൈക്ക്. വി കുഡ് സ്റ്റോപ്പ് നൗ ഇഫ് യു ലൈക്ക്. നിനക്കിഷ്ടമാണെങ്കിൽ നമുക്കിപ്പോൾ നിർത്താം. ഐ കുഡ് സ്റ്റോപ്പ്. എനിക്ക് നിർത്താം. ദേ കുഡ് സ്റ്റോപ്പ്. ടീച്ചേഴ്സ് കുഡ് സ്റ്റോപ്പ്. ഹീ കുഡ് സ്റ്റോപ്പ്. ഷീ കുഡ് സ്റ്റോപ്പ്. ടീച്ചർ കുഡ് സ്റ്റോപ്പ്. ഹുസൈൻ കുഡ് സ്റ്റോപ്പ് ഇഫ് യു ലൈക്ക്. വി കുഡ് സ്റ്റോപ്പ് നൗ ഇഫ് യു ലൈക്ക്. വി കുഡ് സ്റ്റോപ്പ് നൗ ഇഫ് ദേ ലൈക്ക്. വി കുഡ് സ്റ്റോപ്പ് നൗ ഇഫ് she likes. We could stop now if he likes. We could stop now if Baiju likes. See, shall we go out for a meal today? Shall we go out for a meal this evening? ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ? Shall I go out for a meal this evening? Shall we go out for a meal this evening? നമുക്കിന്ന് പുറത്ത് പോയി കഴിച്ചാലോ? Shall we go out for a meal this evening? Let us take a break for a while. നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്താലോ? Let us take samples. Let us take some rest. സോ നമ്മളൊരു നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡയലോഗ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എഗ്രി വിത്ത് എ സജഷൻ. ഒരു സജഷനോട് നമ്മൾ യോജിക്കാൻ. ഓൾ റൈറ്റ് ലെറ്റ്സ് ഡു ദാറ്റ്. ശരി, നമുക്കങ്ങനെ ചെയ്യാം. ഓൾ റൈറ്റ് ലെറ്റ്സ് ഗോ. ഓൾ റൈറ്റ് ലെറ്റ്സ് സ്റ്റോപ്പ്. ഓൾ റൈറ്റ് ലെറ്റ്സ് ഫിനിഷ്. ഐ ലൈക്ക് ദാറ്റ് വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
We would like that very much. We would like that very much. They would like that very much. He would like that very much. She would like that very much. It would like that very much. Teacher would like that very much. Baiju would like that very much. It's really no problem. അതൊരു പ്രശ്നം തന്നെയല്ല. It's really no problem. That be fine. അത് നന്നാവും. I think we'll give it a try. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഒരു നിർദ്ദേശത്തോട് നമ്മൾ യോജിക്കുമ്പോൾ പറയുന്ന ഇംഗ്ലീഷ് ഡയലോഗ്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ചില നിർദ്ദേശങ്ങളോട് നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരും. ഡിസഗ്രീ വിത്ത് എ സജഷൻ. ഐ ഡൗട്ട് ഇഫ് ദാറ്റ് വർക്ക്. അത് നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഐ ഡൗട്ട് ദാറ്റ് വുഡ് വർക്ക്. ഐ ഡൗട്ട് ഇഫ് ദാറ്റ് വുഡ് ഫിനിഷ്. ഐ ഡൗട്ട് ദാറ്റ് വുഡ് കം. വരുമെന്ന് എനിക്ക് സംശയമാണ്. ഐ ഡൗട്ട്, എനിക്ക് സംശയമാണ്. യു ഡൗട്ട്, വി ഡൗട്ട്, ദേ ഡൗട്ട്, ടീച്ചേഴ്സ് ഡൗട്ട്, ഹി ഡൗട്ട്, ഷീ ഡൗട്ട്, ഇറ്റ് ഡൗട്ട്സ്, ടീച്ചർ ഡൗട്ട്സ്, ഹുസൈൻ ഡൗട്ട്സ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ആക്ച്വലി. എനിക്കതിനോട് അതത്ര ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ആക്ച്വലി. യു ആർ നോട്ട് ഷുവർ, വി ആർ നോട്ട് ഷുവർ, ദേ ആർ നോട്ട് ഷുവർ, ടീച്ചേഴ്സ് ആർ നോട്ട് ഷുവർ, ഹി ഈസ് നോട്ട് ഷുവർ, ഷീ ഈസ് നോട്ട് ഷുവർ, ഇറ്റ് ഈസ് നോട്ട് ഷുവർ, ടീച്ചർ ഈസ് നോട്ട് ഷുവർ, ബൈജു ഈസ് നോട്ട് ഷുവർ. ഉറപ്പില്ല എന്ന് പറയും. വി കാൺ ഡു എനി സച്ച് തിങ് ആൻഡ് ദാറ്റ്സ് ദാറ്റ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെന്നെ എന്ന് പറയാൻ ആൻഡ് ദാറ്റ്സ് ദാറ്റ്. ഐ കാൺ ഡു എനി സച്ച് തിങ് ആൻഡ് ദാറ്റ്സ് ദാറ്റ്. യു കാൺ ഡു എനി സച്ച് തിങ്, വി കാൺ ഡു എനി സച്ച് തിങ്, ദേ കാൺ ഡു എനി സച്ച് തിങ്, ഹി കാൺ ഡു എനി സച്ച് തിങ്, ചിൽഡ്രൻ കാൺ ഡു എനി സച്ച് തിങ്, ഷീ കാൺ ഡു എനി സച്ച് തിങ്, ഇറ്റ് കാൺ ഡു എനി സച്ച് തിങ്, ബൈജു കാൺ ഡു എനി സച്ച് തിങ്, ഹുസൈൻ കാൺ ഡു എനി സച്ച് തിങ്. ദാറ്റ്സ് ദാറ്റ്. അതെന്നെ എന്ന് പറയാൻ. അപ്പോൾ നമ്മളൊരു സജഷനോട് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്. ഇനി നമ്മൾ ഒരാളോട് ഒരു നിർദ്ദേശത്തെ പറ്റി ചോദിക്കുകയാണ്. വെൻ ഷുഡ് ഐ സ്റ്റാർട്ട് ഡു യു തിങ്ക്? ഞാൻ എപ്പോഴാണ് പുറപ്പെടേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. വെൻ ഷുഡ് ഐ ഗോ? വെൻ ഷുഡ് ഐ കം? വെൻ ഷുഡ് ഐ ബിഗിൻ? വെൻ ഷുഡ് ഐ ട്രൈ? വെൻ ഷുഡ് ഐ ഓപ്പൺ? ഞാൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? വേർ ഷുഡ് ഐ ഗോ? എവിടെ ഞാൻ പോകേണ്ടത്? ഹൂ ഷുഡ് ഐ മീറ്റ്? ആരെയാണ് ഞാൻ കാണേണ്ടത്? ഹൗ ഷുഡ് ഐ ഡു? എങ്ങനെ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ആ ഒരു 6 നമ്മൾ 6 WH പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഷുഡ് ഐ ഡു? വെൻ ഷുഡ് ഐ ഡു? വേർ ഷുഡ് ഐ ഡു? വൈ ഷുഡ് ഐ ഡു? എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഹൗ ഷുഡ് ഐ ഡു? ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹൂ ഷുഡ് ഐ മീറ്റ്? ആരെയാണ് ഞാൻ കാണേണ്ടത്? അപ്പോൾ ഇത്തരം ഡയലോഗുകൾ തുടങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സജഷൻ. നമ്മുടെ ഒരു നിർദ്ദേശം അങ്ങോട്ട് ചോദിക്കുകയാണ്. വെൻ ഷുഡ് ഐ സ്റ്റാർട്ട് എന്നുള്ളത് ഐ മാറ്റാണ്. വെൻ ഷുഡ് യു സ്റ്റാർട്ട്? വെൻ ഷുഡ് വി സ്റ്റാർട്ട്? വെൻ ഷുഡ് ദേ സ്റ്റാർട്ട്? വെൻ ഷുഡ് ടീച്ചർ സ്റ്റാർട്ട്? വെൻ ഷുഡ് ഹീ സ്റ്റാർട്ട്? വെൻ ഷുഡ് ഷീ സ്റ്റാർട്ട്? വെൻ ഷുഡ് ഇറ്റ് സ്റ്റാർട്ട്? വെൻ ഷുഡ് ബൈജു സ്റ്റാർട്ട്? വെൻ ഷുഡ് മാനേജർ സ്റ്റാർട്ട്? ഓക്കെ, നെക്സ്റ്റ്. ഹൗ ഷാൾ ഐ പാക്ക് യുവർ തിങ്സ്? ഞാൻ എങ്ങനെയാണ് എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടത്? ഹൗ ഷാൾ ഐ സേ? ഞാൻ എങ്ങനെ പറയേണ്ടത്? ഹൗ ഷാൾ ഐ ഗോ? ഞാൻ എങ്ങനെ പോകേണ്ടത്? ഹൗ ഷാൾ ഐ റിപ്പീറ്റ്? ഞാൻ എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഹൗ ഷാൾ ഐ എന്നുള്ളത് നമുക്ക് മാറ്റാണ്. ഹൗ ഷാൾ യു? ഹൗ ഷാൾ വി? ഹൗ ഷാൾ ദേ? ഹൗ ഷാൾ ഫ്രണ്ട്സ്? ഹൗ ഷാൾ ഹി? ഹൗ ഷാൾ ഷീ? ഹൗ ഷാൾ ഇറ്റ്? ഹൗ ഷാൾ ബൈജു? ഹൗ ഷാൾ ഫ്രണ്ട്? വാട്ട് ഓൺ എർത്ത് ഷുഡ് ഐ ഡു ദെൻ? വാട്ട് ഓൺ എർത്ത്? ഈ എർത്ത്, ഹെവന്, ഹെല്ല്, ഇത് ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ദർ ഇസ് ഇൻഫ്ലുവൻസ് ഓഫ് ബൈബിൾ, ബിബ്ലിക്കൽ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. നല്ലതിനെ കുറിച്ച് പറയുമ്പോൾ ഹെവൻ, മോശമായിട്ട് പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ ഹെല്ല്, ഗോ ടു ഹെൽ, പോയി തൊലേ എന്നുള്ളതിന് ഗോ ടു ഹെൽ എന്നാണ് പറയാം. ഹെവൻ നോസ്, ദൈവത്തിന് അറിയാം. നേരെ മറിച്ച് എർത്ത് യൂസ് ചെയ്യുന്നത് ഒരു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത്ഭുതത്തോടുകൂടി പറയുമ്പോഴാണ് എർത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഓൺ എർത്ത്, ഹൗ ഓൺ എർത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഓൺ എർത്ത് ഷുഡ് ഐ ഡു ദെൻ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? ദേഷ്യപ്പെട്ട് പറയാണ്. വാട്ട് ഓൺ എർത്ത് ഷുഡ് ഐ ഡു ദെൻ? അപ്പോൾ എർത്ത് പ്രയോഗം കേൾക്കുമ്പോൾ അവിടെ ഭൂമി എന്ന് ഉപയോഗിക്കരുത്. കുറച്ച് ദേശത്തിൽ അല്ലെങ്കിൽ കഴിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരാളുടെ നിർദ്ദേശത്തെ പറ്റി ചോദിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കി. ഇനി അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. വൈ ഓൺ ഡിഡ് യു ഡു ദാറ്റ്? എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? അവിടെ എർത്ത് ആഡ് ചെയ്തതാണ്. വൈ ഓൺ ഡിഡ് യു ഡു ദാറ്റ്? എന്തിനാ അവനെ ചെയ്തത്? ആ എർത്ത് ഒഴിവാക്കുക. വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തിനാ അവൻ ചെയ്തത്?
ഹീ നമ്മൾ മാറ്റിയാണ്. വൈ ഡിഡ് ഐ ഡു ദാറ്റ്, വൈ ഡിഡ് യു ഡു ദാറ്റ്, വൈ ഡിഡ് വി ഡു ദാറ്റ്, വൈ ഡിഡ് ദേ ഡു ദാറ്റ്, വൈ ഡിഡ് ഫ്രണ്ട്സ് ഡു ദാറ്റ്, വൈ ഡിഡ് ഷീ ഡു ദാറ്റ്, വൈ ഡിഡ് ഇറ്റ് ഡു ദാറ്റ്, വൈ ഡിഡ് ഫ്രണ്ട് ഡു ദാറ്റ്, വൈ ഡിഡ് ബൈജു ഡു ദാറ്റ്. എന്തിനാ ബൈജു അത് ചെയ്തത്? ഇനി എന്തിനാ ബൈജു അത് ചെയ്യുന്നത്? വൈ ഡസ് ബൈജു ഡു ദാറ്റ്, വൈ ഡസ് ഷീ ഡു ദാറ്റ്, വൈ ഡസ് ഹീ ഡു ദാറ്റ്, വൈ ഡസ് ഇറ്റ് ഡു ദാറ്റ്, വൈ ഡസ് ടീച്ചർ ഡു ദാറ്റ്, വൈ ഡു ഐ ഡു ദാറ്റ്, ഞാൻ എന്തിനാ ചെയ്യുന്നത്, വൈ ഡു യു ഡു ദാറ്റ്, വൈ ഡു വി ഡു ദാറ്റ്, വൈ ഡു ദേ ഡു ദാറ്റ്, വൈ ഡു മാനേജേഴ്സ് ഡു ദാറ്റ്. എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്തത്? ഓക്കെ. ഇനി ഹൗ നൈസ് ടു സീ യു, എന്നെ കണ്ടതിൽ ഭയങ്കര അത്ഭുതം. ഹൗ നൈസ് ടു സീ യു. ദെൻ ഗുഡ് ഗോഡ്, എൻ്റെ ദൈവമേ എന്ന ഗുഡ് ഗോഡ്, ദൈവമേ എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഐ നെവർ ന്യൂ ദാറ്റ്, ഞാനത് അറിഞ്ഞതേയില്ല. ഐ നെവർ ന്യൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് അറിഞ്ഞതേയില്ല. യു നെവർ ന്യൂ ദാറ്റ്, വി നെവർ ന്യൂ ദാറ്റ്, ദേ നെവർ ന്യൂ ദാറ്റ്, ഫ്രണ്ട്സ് നെവർ ന്യൂ ദാറ്റ്, ഹീ നെവർ ന്യൂ ദാറ്റ്, ഷീ നെവർ ന്യൂ ദാറ്റ്, ഇറ്റ് നെവർ ന്യൂ ദാറ്റ്, ഫ്രണ്ട് നെവർ ന്യൂ ദാറ്റ്, ബൈജു നെവർ ന്യൂ ദാറ്റ്. ഐ കാൻ ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യു കാൺ ബിലീവ് ഇറ്റ്, വി കാൺ ബിലീവ് ഇറ്റ്, ദേ കാൺ ബിലീവ് ഇറ്റ്, ഫ്രണ്ട്സ് കാൺ ബിലീവ് ഇറ്റ്, ഹീ കാൺ ബിലീവ് ഇറ്റ്, ഷീ കാൺ ബിലീവ് ഇറ്റ്, ഇറ്റ് കാൺ ബിലീവ് ഇറ്റ്, ടീച്ചർ കാൺ ബിലീവ് ഇറ്റ്, ബൈജു കാൺ ബിലീവ് ഇറ്റ്. നമുക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഡയലോഗ്സാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അത്ഭുതമേ തോന്നുന്നില്ല എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. വെൽ ഐ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്. ഓ, അത് ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചതാണ്, ഞാനത് പ്രതീക്ഷിച്ചതാണ്. ഐ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ഞാനത് പ്രതീക്ഷിച്ചതാണ്, ഞാനത് ഒരുവിധം പ്രതീക്ഷിച്ചാണ്. ഐ എക്സ്പെക്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഐ റാദർ എക്സ്പെക്റ്റ് ഇറ്റ് എന്നാൽ ഞാനതൊരുവിധം പ്രതീക്ഷിച്ചതാണ്. യു റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, വി റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ദേ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ടീച്ചേഴ്സ് റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ഹീ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ഷീ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ഇറ്റ് റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ടീച്ചർ റാദർ എക്സ്പെക്റ്റ് ഇറ്റ്, ബൈജു റാദർ എക്സ്പെക്റ്റ് ഇറ്റ്. ഇനി ഈസ് ദർ എനിത്തിങ് സ്ട്രേഞ്ച് ഇൻ ദാറ്റ്, അതിലെന്തെങ്കിലും പുതുമുണ്ടോ? ഈസ് ദർ എനിത്തിങ് ന്യൂ ഇൻ ദാറ്റ്, അതിലെന്തെങ്കിലും പുതിയതുണ്ടോ? ഈസ് ദർ എനിത്തിങ് ഗുഡ് ഇൻ ദാറ്റ്, അതിലെന്തെങ്കിലും നന്മയുണ്ടോ? ഈസ് ദർ എനിത്തിങ് ബാഡ് ഇൻ ദാറ്റ്, അവിടെ എന്തെങ്കിലും ചീത്ത ഉണ്ടോ? ദെൻ ഐ എം നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്, ഐ എം നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. എനിക്ക് തീരെ ലെവലേശം അത്ഭുതമില്ല. ഐ എം നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. യു ആർ നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. വി ആർ നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. ദേ ആർ നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. ടീച്ചേഴ്സ് ആർ നോട്ട് ഇൻ ദ ലീസ്റ്റ് ബി സർപ്രൈസ്ഡ്. He is not in the least bit surprised. She is not in the least bit surprised. It is not in the least bit surprised. Teacher is not in the least bit surprised. Baiju is not in the least bit surprised. Then that's not very surprising, is it? അത് വലിയ അത്ഭുതമൊന്നുമല്ല അല്ലേ? That's not very surprising, is it? അത് വലിയ അത്ഭുതമൊന്നുമല്ല അല്ലേ? സി, ഇത്രയും ഡയലോഗ്സ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷിൽ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണോ മലയാളത്തിൽ പറയുന്നത് അതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. സിറ്റുവേഷണൽ ഇംഗ്ലീഷ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്, അതായത് ഹൗ ടു മാനേജ് ഫംബ്ലിങ്സ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത് ഒറ്റ ശ്വാസത്തിൽ സംസാരിച്ചെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് ആവൂ എന്നുള്ളതാണ്. ഇതൊരു തെറ്റായ ധാരണയാണ്. ഒരു ഭാഷയിലും നമ്മൾ 2-3 വേർഡ്സ്, അതാണ് ഡയലോഗ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ലെങ്തി വേർഡ്സ് ഒന്നും സംസാരിക്കാൻ യൂസ് ചെയ്യുന്നില്ല. നിർത്തിയിട്ടാണ് സംസാരിക്കുക. എന്തിനാണ് ഈ നിർത്തുന്നത്? ഒന്നുകിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കല്ല കുറച്ചുകൂടി നല്ല വാക്കായിരുന്നു അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് തോന്നുമ്പോൾ, നമ്മൾ പറയുന്ന ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഇടയിൽ അറിയാതെ ബ്ലോക്ക് വരുമ്പോൾ, ത്രോട്ടിൽ ബ്ലോക്ക് വരുമ്പോൾ, ഒരു വാക്ക് സംസാരിക്കുന്നതിനിടയിൽ ആ വാചകം പൂർത്തിയാക്കാതെ ത്രോട്ടിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു വാക്ക് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്ത് പറയും. ഇത്തരം ഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറബിക്ക് സംസാരിക്കുമ്പോൾ, ഏത് ഭാഷ സംസാരിക്കുമ്പോഴും നമ്മൾ ആ നിർത്തുന്നതിനെ പല രീതിയിലായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ ആ നിർത്തൽ അതേപോലെ നിർത്തിയിട്ട് നമ്മൾ തുടങ്ങും, അതല്ലെങ്കിൽ പോസ്റ്റ് ഫില്ലേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തുടങ്ങും. ഇതെല്ലാ ഭാഷയിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു സംസാരത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ, ദ തിങ്സ് വിച്ച് ഐ സ്പോക്ക് നൗ, ഇഫ് ഐ എം മേക്കിംഗ് ഇറ്റ് ആസ് എ സ്പോക്കൺ ടെക്സ്റ്റ്,
I have to make these kinds of changes. See, as far as Mallu is concerned, when he when he begin to speak in English, he thinks that, or she thinks that, a person is considered as a fluent speaker in English when he is speaking at a stretch. It's a wrong information, it's a wrong idea. Whatever language, whether it is Arabic, Tamil or Hindi, whatever language, when you are communicating or when you are using spoken language, you will have to pause in between. It is not a sin. It is not a sin. We will have to pause in between. Sometimes we may forget the particular word. We would be blocked inside our throat. Or we may think that some other good word has to be used, would have been used. When these situations arise, we are forced to pause in between the dialogues. Sometimes if you feel that the person who is hearing you is unable to understand properly what did you mention, what did you drive, those situations also you will have to pause. So pause can be avoided when you are communicating with a person or persons. So all other languages, we are using certain pause fillers. Here in English also, there are lot of fillers. So we are discussing on it. അപ്പോൾ ഞാൻ പറഞ്ഞത് ചില ഘട്ടങ്ങളിൽ ഈ നിർത്തുന്നതിനെ നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിർത്തും. അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഉദാഹരണത്തിന്, മിസ്റ്റർ ഗുപ്ത പ്ലീസ് കം ഓവർ ഹിയർ. ഇത് മിസ്റ്റർ ഗുപ്ത പ്ലീസ് കം ഓവർ ഹിയർ എന്നും പറയാം. ഗുപ്ത ഇവിടെ നിന്ന് വരൂ എന്നാണ്. അപ്പോൾ അത് ഗുപ്തയെ ഒന്ന് ക്ഷണിച്ചതിന് ശേഷം, അല്ല അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്തതിന് ശേഷം പിന്നെ പറയുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുന്നത്. മിസ്റ്റർ ഗുപ്ത പ്ലീസ് കം ഓവർ ഹിയർ. മിസ്റ്റർ ബൈജു പ്ലീസ് സ്റ്റാർട്ട് ദ സെഷൻ. മിസ്റ്റർ രഞ്ജിത്ത് പ്ലീസ് വെയിറ്റ് ഫോർ സം മോർ ഡേയ്സ്. മിസ്റ്റർ നിതിൻ വിൽ യു കോൾ മീ. അപ്പോൾ അവിടെ നമ്മൾ ആ മിസ്റ്റർ നിതിൻ വിൽ യു കോൾ യു എന്ന് പറയുന്നതിന് പകരം മിസ്റ്റർ നിതിൻ ഒന്ന് നിർത്തി. അതേപോലെ തന്നെ ഫൈനലി ഹി ഗേവ് ഇറ്റ് ടു മീ. ഫൈനലി ഹി ഗേവ് ഇറ്റ് ടു മീ. അവസാനം അവൻ അതെനിക്ക് തന്നു. ഫൈനലി ഹി ഗേവ് ഇറ്റ് ടു മീ. അവസാനം അവനതെനിക്ക് തന്നു. ഫൈനലി വി സ്റ്റാർട്ടഡ് ദ സെഷൻ. ഫൈനലി വി സെറ്റിൽഡ് ദ ഇഷ്യൂ. ഫൈനലി വി ഹാവ് ഡിസൈഡഡ് ടു ഡിസോൾവ്. അപ്പോൾ അവസാനം എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. For 3 hours he waited there. For 3 hours he waited there. 3 മണിക്കൂറോളം അവൻ എന്നെ വെയിറ്റ് ചെയ്തു. അത് എനിക്കെന്ത് പറയാം? For 3 hours he waited there. 3 മണിക്കൂർ അവൻ എന്നെ വെയിറ്റ് ചെയ്തു. 3 മണിക്കൂർ അവൻ എന്നെ വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് പഞ്ചില്ല. 3 മണിക്കൂർ അവൻ എന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും കൂടി, എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഈ പോസസ് വരുന്നത്? ഒന്ന്, അടുത്തത് എന്താണ് പറയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വാക്ക് മറക്കുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച വാക്ക് മറക്കുമ്പോൾ, ഒരു സ്പെഷ്യൽ വാക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ യൂസ് ചെയ്ത വാക്കിനെക്കുറിച്ച് സംശയം ഉണ്ടാകുമ്പോൾ, ആവർത്തിക്കേണ്ടി വരുമ്പോൾ, ഒരു പെർട്ടിക്കുലർ വാക്കിൻ്റെ പകുതി പറയാൻ കഴിയാതെ വരുമ്പോൾ, ത്രോട്ടിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുമ്പോൾ, ഒരാൾക്കും ഫംബ്ലിങ്സ് അഥവാ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അറ്റ് എ സ്ട്രെച്ച് സംസാരിക്കുക എന്ന് പറയുന്നതല്ല സംസാരം എന്ന് പറയുന്നത്. അവിടെ നിർത്തി സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലേഴ്സിനെ യൂസ് ചെയ്യാം. ലെറ്റ് us discuss those fillers later.